മെറ്റയുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് സതീശൻ അവകാശപ്പെടുന്നത്. വി ഡി സതീശനും മോദിക്കുമെതിരെയുള്ള വാർത്തകൾ മാത്രം തിരഞ്ഞുപിടിച്ച് എങ്ങനെ ഒഴിവാക്കുന്നു എന്നതാണ് പ്രശ്നം. ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് മാത്രം എങ്ങനെയാണ് ഒഴിവായി പോകുന്നത്? വാർത്തകൾ മാത്രമല്ല, നൂറുകണക്കിന് പ്രൊഫൈലുകളും പേജുകളും അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന, മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന വലിയ വെല്ലുവിളിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള മയക്കുമരുന്ന് സംവിധാനത്തിൻ്റെ പ്രധാന പ്രതി രക്ഷപ്പെടുത്തത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് തമ്മിൽ മുഖ്യമന്ത്രിയുമായി കൂട്ടിച്ചേർത്ത് പറയുന്നത് പോലും തടയാൻ അതനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് കണ്ടിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞിട്ടുള്ളത് മാർച്ച് 25 തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നീക്കിയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് രത്തൻ കേൽക്കറുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇടപെട്ടിട്ടാണ് പിന്നീട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആ വാർത്ത വരികയും ചെയ്തത്. അദ്ദേഹത്തെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം IT സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മെറ്റയിൽ ഒരു സ്വാധീനമില്ല എന്ന പച്ച കള്ളമാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശത്തിൽ അപ്രിയമായ പോസ്റ്റുകളും വാർത്തകളും നീക്കം ചെയ്യാം എന്നാണ് മോഡി സർക്കാർ കാണിച്ചു തരുന്നത്. അതിൻ്റെ പിന്നിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദേശാഭിമാനിയുടെയും മീഡിയ വണ്ണിൻ്റെയും ഉൾപ്പെടെ പേജുകൾ മുമ്പ് ഇത്തരത്തിൽ അപ്രത്യക്ഷമാകുന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ടായിട്ടുണ്ട്. എന്നാൽ കൂട്ടത്തോടെ നിരവധി മാധ്യമങ്ങളുടെ വാർത്തകൾ ഇത്തരത്തിൽ അപ്രത്യക്ഷമാകുന്നത് മുൻപുണ്ടായിട്ടില്ല. നമുക്കെല്ലാം അറിയുന്നത് പോലെ നിരവധി മാധ്യമങ്ങളെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ വിമർശനാത്മകമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. TG മോഹൻദാസിൻ്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാൻ നടപടി ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. അതങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ പോലീസും സർക്കാരുമാണ് നിരവധി പത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നുള്ളത് കാര്യമാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും അതില്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും വിമർശിക്കുന്നവരെ ഒരു തരത്തിലും വെച്ചക്കില്ല ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള വെല്ലുവിളി പ്രബുദ്ധ കേരളം അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കില്ല. അതിശക്തിയായി ഇതിനെല്ലാം എതിർത്തുകൊണ്ട് ജനാധിപത്യ ശക്തികൾ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സാധാരണഗതിയിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അതിനുശേഷമാണ് CPM-ന്റെ സൈബർ ഹാൻഡിലുകളും CPM-ന്റെ സോഷ്യൽ മീഡിയ ഇതൊക്കെയായിട്ട് എടുക്കുന്നത്. മാഷിപ്പ് പറഞ്ഞ കാര്യം മൊത്തം തന്നെ ഇതിനോടൊപ്പം തന്നെ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ വന്നിട്ടുണ്ട്. CPM ഇപ്പൊ സോഷ്യൽ മീഡിയാസിനെയാണ് കൂടുതൽ. അല്ലല്ല, ഞങ്ങൾ ഇന്നാണല്ലോ രാവിലെ പത്രസമ്മേളനം നടത്തിയത്. അതാണ് കാര്യം. മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായ കളവെങ്ങനെ എന്നത് സംബന്ധിച്ച് മറുപടി പറയുകയാണോ ചെയ്യുന്നത്? അതിന് അസഹിഷ്ണുതയുണ്ടായിട്ട് യാതൊരു കാര്യമില്ല. ഇന്ന് പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളല്ല. ഈ ഐറ്റം മുഴുവൻ പറഞ്ഞാണ്. അതാ കാര്യം. ഞാൻ പറഞ്ഞതിൽ വളരെ വ്യക്തതയുണ്ട്. നന്നായിട്ട് അറിയാം, മുമ്പേ അറിയാം, ഇപ്പോഴും അറിയാം. അദ്ദേഹം MDMA 7 ജില്ലയിലെ ഹോൾസെയിൽ ഏജന്റാണ്. തീരെ അറിയാതിരിക്കുമെന്ന് പറയാൻ സാധിക്കുന്നതല്ല. അത് പരിശോധിക്കണം. നിങ്ങൾ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളത് മുണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ഇത്രയും ഗൗരവതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട്
പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒന്നും അതിൻ്റെ അകത്ത് പ്രതികരിക്കുന്നില്ലല്ലോ, ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളാരും പറഞ്ഞ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് അവസാനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ ഗൗരവത്തിലെടുക്കണ്ടേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ട് 7 ജില്ലയിലെ ഹോൾസെയിൽ ഏജന്റായി അതും തൂഫാൻ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരാളുമായിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ അവേദ്യമായ ബന്ധമുണ്ട് എന്ന കാര്യം മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നിട്ടും നിങ്ങളെന്താണ് ഇത്തരത്തിലുള്ള ഒരു മൗനം എന്നുള്ളത് വളരെ ഗൗരവമുള്ള ചോദ്യമല്ലേ? അബദ്ധത്തിലാണ്. ഞാനത് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ലേ, അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ചിലപ്പോൾ പിടിക്കുന്നില്ല. അങ്ങനെ അബദ്ധത്തിൽ പിടിച്ചു പോയ ഓഫീസർ ഇപ്പം പുറത്തു പോയിരിക്കുകയാണ്. ആയിക്കോട്ടെ, നല്ലത്. അറിയില്ല, നമുക്കറിയില്ല. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോഴേ മാഷ് ഉന്നയിച്ചൊരു വിമർശനം ഉണ്ടല്ലോ, അതായത് അപ്പം മാഷാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വില കുറഞ്ഞ പ്രതികരണമല്ലേ? മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊന്നും പ്രതികരിക്കുന്നില്ല. അല്ലെ പിന്നെ ഞാനും അദ്ദേഹത്തെ പോലെ തന്നെ ആവില്ലേ? അല്ല, മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാണെന്ന് തന്നെ കൊണ്ട് പറയാൻ അതുപോലെ അല്ലല്ലോ കോൺഗ്രസ്. അതൊരു IAS ഉദ്യോഗസ്ഥനല്ലേ? ഉദ്യോഗസ്ഥന്മാർ വരികയും പോവുകയൊക്കെ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇത് IAS ഉദ്യോഗസ്ഥനല്ല, കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള ഒരാളാണ്. അതാണ് MDMA-യുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത് രണ്ടും കൂട്ടിക്കൊടുക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാണെന്ന് എത്ര വേഗം നിങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും. രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? അത് രണ്ടും രണ്ടാണ്. ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഒരാൾ എത്രയോ കൊല്ലമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് പറയാൻ പഠിച്ച് ഞാൻ ഈ ഒരു സംഭവത്തിന് ശേഷം മാത്രമാണ് ബന്ധമുള്ളതെന്ന് പറഞ്ഞത് അതല്ല എന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഈ പത്രസമ്മേളനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതിന് എത്രയോ വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിന് നല്ല ബന്ധം, വീട്ടിൽ പോയിട്ടുള്ള ബന്ധമുണ്ട്. അതുപോലെ തന്നെ പാർട്ടി പങ്കെടുത്ത പദ്ധതിയുണ്ട്, പരിപാടിയുണ്ട്, നിരവധി പരിപാടികളുണ്ട്. കയ്യിൽ കൊടുത്തിരിക്കുന്ന VD സദസ്സിന് മുമ്പിൽ നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടില്ലേ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, പിടിച്ചു പോയതല്ലേ, പറ്റിപ്പോയതല്ലേ. കാരണം ഇവിടെ നിന്നും അല്ലല്ലോ, എവിടെയോ കാസർഗോഡ് നിന്നല്ലേ, കാലിക്കടവെന്നാ പിടിച്ചത്. അത് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ പെട്ടുപോയി. പിന്നെന്ത് ചെയ്യാനാ? പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? ശരി, LDF യോഗം അത്ര ഉത്കണ്ഠപ്പെടണ്ട. കൃത്യമായിട്ട് യോഗമെല്ലാം ചേർന്ന് പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കോളാം.